നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണങ്ങളുമായി KPCC സർക്കുലർ. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച് എന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഇന്ന് തുടങ്ങി 20-ാം തീയതി വരെ നീളുന്ന KPCC ക്യാമ്പയിനിൽ ഈ വിഷയം ആളിക്കത്തിച്ച് മലപ്പുറത്തുകാരെയും ന്യൂനപക്ഷങ്ങളെയും CPIM-നും ഇടതുപക്ഷത്തിനും എതിരെയാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ച് പലവിധം സംസ്ഥാനത്ത് വർഗീയത വളർത്താൻ RSSും ജമാഅത്തെ ഇസ്ലാമിയും ആഞ്ഞു ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങൾക്കൊപ്പമാണ് CPIM എന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കാനാണ് RSS ശ്രമിച്ചത്. ഇപ്പോൾ മറിച്ചുള്ള പ്രചരണം നടത്തി മുസ്ലിം സമുദായത്തെ CPIM-ന് എതിരെയാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. കോൺഗ്രസ് ആണ് ഈ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് തെളിയുകയാണ് ഈ സർക്കുലറിലൂടെ. മുഖ്യമന്ത്രി പറയാത്ത കാര്യം അച്ചടിച്ച മാധ്യമം മാപ്പ് പറഞ്ഞിട്ടും താൻ ഒരു ജില്ലയ്ക്കെതിരെ ഒരാക്ഷേപവും നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടും രാഷ്ട്രീയ നേട്ടത്തിന് വർഗീയ വികാരമിളക്കി പ്രചരണം നടത്തുകയാണ് മുഖ്യധാര മാധ്യമങ്ങളുടെ സഹായത്തോടെ കോൺഗ്രസ് പാർട്ടി. വർഗീയ പ്രചരണത്തിന് കോൺഗ്രസ് സർക്കുലർ. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവും മുൻ MLA-യുമായ രാജു എബ്രഹാം, വീക്ഷണം മുൻ എഡിറ്റർ കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, താങ്കളിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ഈ PR-നെ കുറിച്ചാണല്ലോ. എനിക്കൊരു നിരീക്ഷണം നടത്തിയപ്പോൾ, ഒരു പഠനം നടത്തിയപ്പോൾ PR എന്നുള്ളത് ഏറ്റവും നന്നായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എത്ര നന്നായിട്ടാണ് കോൺഗ്രസിൻ്റെ ഈ ക്യാമ്പയിനിൽ, KPCC-യുടെ ക്യാമ്പയിനിൽ നേതാക്കൾ എന്തൊക്കെ സംസാരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അക്കമിട്ട് കൃത്യമായ പോയിന്റുകളാക്കി നിരത്തിയിരിക്കുന്നത് നോക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഈ CPIM BJP-യുമായി ബാന്ധവമുണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ അലയൊലികളാണിതാ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. CPIM RSS വൽക്കരണത്തിനും അവരുടെ അജണ്ടകൾ ഒളിച്ചു കടത്തുന്നതിനും കേരളത്തിൻ്റെ മതസൗഹാർദ്ദം തകർത്ത വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നതിനും പിണറായിയും ഇതാ ഇപ്പോൾ PR ഏജൻസിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഈ ക്യാമ്പയിൻ സമയത്ത് ജനങ്ങളോട് പറയണം എന്നാണ് നേതാക്കൾക്കുള്ള ഈ കുറിപ്പിൽ, ഈ സർക്കുലറിൽ പറയുന്നത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വർഗീയത ആളിക്കത്തിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ പറയുന്ന സർക്കുലറിൽ ഉണ്ട്. ഇത് കൃത്യമായി തന്നെ PR ഏജൻസിയെപ്പോലെ ഏതോ ഒരു ഏജൻസിയെ ഉപയോഗിച്ച് കോൺഗ്രസ് ഇപ്പോൾ ഈ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതായിട്ട് വേണം കാണാൻ. എന്ത് പറയുന്നു താങ്കൾ? നോക്കൂ ഡോക്ടർ ലാലെ, കോൺഗ്രസിൻ്റെ സർക്കുലറിലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വളച്ചൊടിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ നാളെ ഉത്തരം പറയേണ്ടി വരും KPCC-യോട് കേട്ടോ. അതായത് KPCC-യുടെ സർക്കുലർ അതിൻ്റെ പ്രസംഗകർക്ക് വേണ്ടി തയ്യാറാക്കിയ പത്രക്കുറിപ്പാണ്. ആ സർക്കുലർ എന്ന് പറയുന്നത് നമ്മൾ നാട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അതായത് ഇത് പത്രക്കുറിപ്പാണോ? എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അല്ല പത്രക്കുറിപ്പല്ല, സർക്കുലർ. അതായത് കോൺഗ്രസിൻ്റെ പ്രസംഗകർക്ക് വേണ്ടി തയ്യാറാക്കിയ വരികളടങ്ങിയ സർക്കുലർ, പത്രക്കുറിപ്പല്ല, തെറ്റിപ്പോയതാണ് സർക്കുലർ. ഈ സർക്കുലർ എന്ന് പറയുന്നത് അത് അത്ര രഹസ്യമുള്ള കാര്യമൊന്നുമല്ല, പരസ്യമായിട്ടുള്ളത് തന്നെയാണ്. പരസ്യമല്ല, എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇത് എതിർപക്ഷം കാണാൻ പാടില്ല, സാധാരണ അണികൾ കാണാൻ പാടില്ല. പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവർ നേതാക്കളിൽ നിന്ന് അറിഞ്ഞാൽ മതി. പ്രസംഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈനാണ് ഇത്. പരസ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ലാലെ, പരസ്യമായ ഏത് മണ്ഡലം പ്രസിഡന്റ് വരെ അയച്ചു കൊടുക്കും. രഹസ്യ ഏതോ മണ്ഡലം അയച്ചു കൊടുത്താണ് പുറത്തായത് മാത്രമേ കിട്ടുള്ളൂ. ഇത് മണ്ഡലം പ്രസിഡന്റ് അടക്കം അയച്ചു കൊടുക്കും.
അല്ല, അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം CPM-ൻ്റെ രേഖകൾ ചോരുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ രേഖകൾ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അത് പൊക്കോട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സർക്കുലർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസ് എല്ലാ കാലത്തും അവരുടെ ഒരു പ്രക്ഷോഭ സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി രൂപപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ ഈ കയ്യും വിട്ടും കാലും വിട്ടും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ കൃത്യമായി കൊടുക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അത് കൃത്യമായി പാലിക്കാൻ മനസ്സിലായി ശ്രീ എൻ ശിവകുമാർ. അങ്ങനെ ആളുകളോട് ഈ രണ്ടാഴ്ച നിയമസഭ കൂടുന്ന രണ്ടാഴ്ച, നേരത്തെ നിയമസഭ 18-ാം തീയതി വരെയാണ് കൂടാൻ ഇരുന്നത്. ഇതിപ്പോൾ അത് കുറച്ചിട്ടുണ്ട്, 14-നോ 15-നോ നിയമസഭ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ 20-ാം തീയതി വരെ കോൺഗ്രസിൻ്റെ ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിനിൽ പോയി പ്രസംഗിക്കണം. ഈ പാർട്ടി CPIM ഇപ്പോൾ പഴയതുപോലെയല്ല, ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടിയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെയാണ്, BJP-യുമായി ഒരുമിച്ച് ചേർന്നാണ്, RSS-ഉമായി ചേർന്നാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് കണ്ടല്ലോ. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടില്ലേ? മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ദേശവിരുദ്ധ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വർണം അവിടെ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു എന്നൊക്കെ ഇപ്പോൾ കണക്കുകൾ നിരത്തി പറഞ്ഞല്ലോ. ഇതിനെയൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഇത് ന്യൂനപക്ഷ വിരുദ്ധത, തീവ്ര ഹിന്ദുത്വത്തിലേക്ക് CPM പോകുന്നു എന്ന് കാണിക്കണം എന്നാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ KPCC-യോട് മറുപടി പറയണമെന്നൊന്നും താങ്കൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിലുള്ള കുറിപ്പാണിത്. അല്ല, ഈ ഞാൻ പറഞ്ഞാൽ അത് വ്യാഖ്യാനിച്ച് വികൃതമാക്കിയാൽ മറുപടി പറയേണ്ടി വരും. അതായത് കോൺഗ്രസ് അതിൻ്റെ പ്രാദേശിക തലമുറയിലുള്ള നേതാക്കൾക്ക് കൊടുക്കുന്ന സർക്കുലർ അത് എല്ലാ പാർട്ടിയും ചെയ്യുന്നത്. ഇവിടെ രാജു എബ്രഹാം ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. എല്ലാ പാർട്ടികളും കൊടുക്കുന്നതാണ്. ആ സർക്കുലർ പ്രകാരം ഇന്ന കാര്യങ്ങൾ പ്രസംഗിക്കണമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യും. അല്ല, അതെന്താണ്? എന്ത് പ്രവർത്തനമാണ്? ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി നിഷേധിച്ച കാര്യങ്ങൾ വീണ്ടും എടുത്ത് ഈ കുറിപ്പിൽ കൊടുത്ത് ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണമെന്ന് പറയുക. മലപ്പുറത്തെക്കുറിച്ചുള്ള കാര്യം മലപ്പുറം തന്നെ ഉണ്ട് ഈ കുറിപ്പിൽ. മറ്റൊന്ന്, കടുത്ത ന്യൂനപക്ഷ വിരുദ്ധതയാണ് ഇത്, തീവ്ര ഹിന്ദുത്വത്തിലേക്കാണ് CPIM പോകുന്നത് എന്ന് ഇത് ചൂണ്ടിക്കാട്ടി പറയണമെന്ന് പറയുക. ഇതൊക്കെ എന്തുദ്ദേശിച്ചിട്ടാണ്? ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കാനല്ലേ, വർഗീയത ഉണ്ടാക്കാനല്ലേ? CPM-നെതിരെ ഒരു സമൂഹത്തെ തിരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം? ഡോക്ടർ ലാലേ, ഞാൻ പറയുന്നത് എന്നെ പറയാൻ അനുവദിക്കുക. അതല്ലേ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നോളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിയട്ടെ. അതായത് കോൺഗ്രസിൻ്റെ സർക്കുലർ CPM-ൻ്റെ ഇപ്പോഴത്തെ വൃത്തികെട്ട രാഷ്ട്രീയം തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്. ആ രാഷ്ട്രീയം തുറന്നു കാണിക്കുമ്പോൾ അത് കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. അത് സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് CPM-ൻ്റെ നേതാക്കൾ CPM-ൻ്റെ നയത്തിന് വിരുദ്ധമായി എടുക്കുന്ന നിലപാടുകൾ, CPM-ൻ്റെ നയത്തിന് വിരുദ്ധമായെന്ന് വെച്ചാൽ പാർട്ടി കോൺഗ്രസ് തയ്യാറാക്കുന്ന രൂപരേഖയ്ക്ക് വിരുദ്ധമായി നടത്തുന്ന പ്രചരണങ്ങൾ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കടമ. അതിനു വേണ്ടിയാണ് സർക്കുലർ. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ്. പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി CPM പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാനാണോ ഈ മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ ഇവിടെ ഈ രീതിയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതല്ലേ? അത് അച്ചടിച്ചു വന്ന പത്രം അത് നിഷേധിച്ചതല്ലേ? പിന്നെ എന്തിനാണ് ഇത് കോൺഗ്രസിൻ്റെ മുഖ്യ സമര മുദ്രാവാക്യമായി ഇത് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് ഈ രണ്ടാഴ്ച? മുഖ്യമന്ത്രി നിഷേധിച്ച ആ CPM തീരുമാനിച്ചാൽ മതി. മുഖ്യമന്ത്രിയുടെ കാര്യം അവരംഗീകരിച്ചാൽ മതി, CPM അംഗീകരിച്ചാൽ മതി. മറ്റു പാർട്ടികളും നാടും ജനങ്ങളൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പ്രശ്നമൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുന്നതല്ല പ്രശ്നം. പ്രശ്നം തീർന്നല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തെളിവുണ്ടോ? KPCC ആ തെളിവെടുത്ത് വെച്ചിട്ടാണോ പറയാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഡോക്ടർ ലാൽ വിളിച്ചു പറയുന്നത്? അതായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ ഒരു PR ഏജൻസി കൊടുത്തു എന്ന് ഹിന്ദു ദിനപത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. PR ഏജൻസി കൊടുത്തു എന്ന കാര്യം തെറ്റാണ് എങ്കിൽ, അങ്ങനെ ഹിന്ദു പറഞ്ഞ തെറ്റാണെങ്കിൽ
ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അല്ല, അത് പ്രതിപക്ഷം KPCC ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോവാലോ. ഇതൊക്കെ നാടിനെ മലപ്പുറം ജില്ലയെ അവിടുത്തെ കുറച്ച് ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു PR ഏജൻസി വഴി ഹിന്ദു പത്രം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നീങ്ങാൻ, നിയമപരമായി നീങ്ങാൻ, ആ സമൂഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ആ ജില്ലയോട് സ്നേഹമുണ്ടെങ്കിൽ കോൺഗ്രസിനും ഇറങ്ങാമല്ലോ. അതല്ലാതെ ഇതിനെ കേവലം രാഷ്ട്രീയമാക്കി മാറ്റി ആ ജില്ലയുടെ പേര് ഉപയോഗിച്ച്, ആ ആളുകളെ ഉപയോഗിച്ച്, അവിടുത്തെ സമുദായത്തെ ഉപയോഗിച്ച് ഇത് CPM-നെതിരാക്കി മാറ്റി രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം ഏർപ്പാടാണ് സാർ? നാട്ടിലെ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഒരു പാർട്ടി ആവുകയാണോ കോൺഗ്രസ്? അതാദ്യം CPM നേതാക്കളോട് ചോദിക്കുക. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർമാരുള്ളൊരു നാട്ടിൽ ഒരു PR ഏജൻസിയെ വിളിച്ചിട്ട് അഭിമുഖം തരപ്പെടുത്തിയിട്ട് ആ PR ഏജൻസി ഇങ്ങനെ പറ്റിച്ചു എന്ന് ഹിന്ദു ദിനപത്രം പറയുമ്പോൾ, ആ PR ഏജൻസിയിലത്തെ ഒരാളെ എനിക്ക് അറിയാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ താങ്കൾ പറയുന്നത് PR ഏജൻസിയിലെ ഒരാളെ എനിക്ക് അറിയാമെന്നല്ല പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം PR ഏജൻസിയുടെ ആണോ അല്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഒരു CPM നേതാവിൻ്റെ മകനാണെന്ന് അറിയാം. അദ്ദേഹമാണ് ഹിന്ദുവിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് അഭിമുഖത്തിന് വേണ്ടി. അതുമാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ സൗകര്യം പോലെ, തരം പോലെ കോൺഗ്രസ് പാർട്ടിയും താങ്കളെപ്പോലുള്ള വിശകലന വിദഗ്ധരും ഒക്കെ ഇങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിനെടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ടിട്ട് CPM പറയണം, ഹിന്ദു പറയണം, നിങ്ങളാരും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതാണ് രാഷ്ട്രീയമായി ഒരു ധാർമ്മികതയും ഇല്ലാത്ത പ്രവൃത്തി എന്ന് പറയേണ്ടി വരില്ലേ? നോക്കൂ, എനിക്ക് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പം നീതി. അതായത് ഡോക്ടർ ലാല, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കും. നിങ്ങൾ വെറുതെ വളച്ചൊടിക്കല്ലേ. കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പാർട്ടിയാണ്. ഒരാളെ അറിയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഹിന്ദുവിൻ്റെ വിശദീകരണവും വിവരണവും ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചുമ്മാ ഈ പകൽ സംസാരിച്ചത് ഇപ്പോൾ രാത്രിയാണെന്ന് പറയുന്നത്? ഇത് ജനങ്ങൾ ചർച്ച ചെയ്താണ്. വെറുതെ നമ്മൾ സമയം കളയല്ലേ? നിങ്ങൾക്ക് അസുഖകരമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു മാധ്യമവും ചോദിക്കാത്ത കാര്യം പച്ച മനുഷ്യനെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം എടുത്ത് നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളച്ചൊടിക്കല്ലേ, നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, പകലിനെ രാത്രിയാക്കല്ലേ, ആടിനെ പട്ടിയാക്കല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ആകില്ലല്ലോ സാർ. നിങ്ങളോട് ചോദിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ VK സനോജ് DYFIയുടെ നേതാവ് പറയുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങൾ തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവിന് വേണ്ടി വക്കാലത്തെടുത്തതുപോലെയാണ് പെരുമാറുന്നത്, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന്. അതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ ആരുമില്ല. ഈ ചോദ്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതായത് ഈ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ പത്രങ്ങളും ചാനലുകളൊക്കെ പറയുമ്പം വെറുതെ ഹാലിടായിട്ട് കാര്യമില്ല. ഇതൊക്കെ നാട്ടിൽ സംഭവിക്കുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഇതൊക്കെ നടന്നപ്പോൾ കൈയടിച്ചവരല്ലേ നിങ്ങൾ? എന്തായാലും ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ജയന്തൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാധ്യമ ഗുണ്ടായിസം. ഈ മാധ്യമ ഗുണ്ടായിസം ഇപ്പോൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും നടന്നു എന്ന് സമ്മതിക്കുന്നു. അന്ന് താങ്കൾ പറയണമായിരുന്നു താങ്കളെ പോലെ M ജയചന്ദ്രനെ പോലെയുള്ള ആളുകൾ താങ്കൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. ഉമ്മൻചാണ്ടിയെ, പാവ ഉമ്മൻചാണ്ടി അങ്ങനെ ക്രൂശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ മാധ്യമ ഗുണ്ടായിസം എന്ന് താങ്കൾ പറയണമായിരുന്നു. ഞാൻ കേട്ടില്ല അന്ന് മാധ്യമ ഗുണ്ടായിസം എന്നൊരു വാക്ക് ഞാൻ കേട്ടില്ല. മാധ്യമങ്ങളെ കുറ്റം പറയുന്നത് കേട്ടില്ലേ? അല്ലല്ല, അതെ ലാലെ, അല്ലല്ല, അതായത് മാധ്യമങ്ങളുടെ തലയിൽ കയറുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. മനസ്സിലായോ? മാധ്യമങ്ങളുടെ തലയിൽ കയറുന്ന സ്വഭാവം ഇല്ല ഉണ്ട്. ഇപ്പൊ CPM-നെ കൊണ്ട് മാധ്യമങ്ങളുടെ തലയിൽ കയറ്റാൻ നോക്കുകയാണ്. ഇപ്പൊ CPM-നെ കൊണ്ട് ഹിന്ദുവിന്റെ തലയിൽ കയറ്റാൻ നോക്കുകയാണ്. മാധ്യമങ്ങളുടെ തലയിൽ കയറുന്ന ആലോചിക്കണം. അതായത് നാട്ടിൽ എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമ്പോൾ അതിന് ഉദ്യോഗസ്ഥ, പ്രസ് സെക്രട്ടറി ഉണ്ട്, പത്രോപദേശകനുണ്ട്, അതിന് സ്റ്റാഫുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചിട്ട് തെറ്റുവരുത്താതെ പറയാൻ ആദ്യം പഠിക്കണം പാർട്ടി. അല്ലെങ്കിൽ പാർട്ടി തീരുമാനങ്ങൾ അവർക്ക് തെറ്റുപറ്റാൻ കാത്തിരിക്കുകയാണല്ലോ. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇതുപോലുള്ള കുറിപ്പുകളാക്കി KPCCയുടെ സർക്കുലറാക്കി ഈ ക്യാമ്പയിനിൽ കൊണ്ടുപോയി എന്തൊക്കെ പറയണമെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് കൊടുക്കാൻ നിങ്ങളൊക്കെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും തെറ്റായി അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. ആ സമൂഹത്തെ അവരെ വെള്ളപൂശി കൊണ്ടുവരും, അല്ലെങ്കിൽ അവരുടെ സത്യാവസ്ഥ എന്താണെന്ന് കൊണ്ടുവന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. അതിനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതാണ്. ഞാൻ വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ പറഞ്ഞത് എന്നോട്
CPM നേതാവ് രാജു എബ്രഹാമിനോട് ചോദിച്ചു നോക്കാനാണല്ലോ. ഞാൻ രാജു എബ്രഹാമിനോട് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ശരി, ഞാൻ വല്ലാത്ത കഷ്ടമുള്ള ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് എന്നുള്ളത് ശ്രീ രാജു എബ്രഹാമിനോട് ഞാൻ ചോദിക്കട്ടെ. ശ്രീ രാജു എബ്രഹാം, ദാ ഇന്നിപ്പോ കൈകളെ എന്നോട് ചോദിക്കുന്നതല്ല, നിങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ എന്ത് വിളിച്ചു പറയുന്നു? എന്റെ കയ്യിൽ കിട്ടിയ KPCC-യുടെ സർക്കുലറിലുള്ള വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ അതാണ് വായിക്കുന്നത്. അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് CPM-ന്റെ അവർ നടത്തുന്ന കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കാനുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സർക്കുലറിൽ ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അത് കോൺഗ്രസ് പാർട്ടി ന്യായമായും ധാർമ്മികമായും കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിലൊക്കെ. പക്ഷേ ശ്രീ രാജു എബ്രഹാം, മുഖ്യമന്ത്രി ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ച് കഴിഞ്ഞ കാര്യം, പത്രം തന്നെ നിഷേധിച്ച കാര്യം, അതിനെ എടുത്തു വച്ച് അടുത്ത 2 ആഴ്ച ക്യാമ്പയിന് പോവുകയാണ് കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ നേതാക്കൾ എന്തൊക്കെ പറയണമെന്നുള്ള കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ചിലതാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ഇത് ചില സമുദായങ്ങൾക്ക് CPM-നോട് അതൃപ്തി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ജില്ലയെ തന്നെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതാണ്. അത് വ്യക്തതയില്ല മുഖ്യമന്ത്രി പറഞ്ഞതിൽ. PR ഏജൻസിയോട് ചോദിക്കൂ, അവരെ കൊണ്ട് പറയിക്കൂ, അല്ലെങ്കിൽ കേസ് കൊടുക്കൂ പത്രത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി, നിങ്ങളുടെ പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെ ഇറങ്ങുന്നത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശനം, ആ പരാമർശനം ഹിന്ദു ദിനപത്രം അങ്ങനൊരു പരാമർശനം വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് അവരെ അഭിമുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകൻ, ആ വ്യക്തി അത് ചേർത്തു എന്നാണല്ലോ പിന്നീട് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ ഹിന്ദുവിനെ പോലെയുള്ള ഒരു ദേശീയ പത്രം ഖേദം പ്രകടിപ്പിച്ചത്. ആ ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി അതോടൊപ്പം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ കാര്യമല്ല എന്നുകൂടി പറഞ്ഞപ്പോൾ ആ അധ്യായം അവിടെ അവസാനിക്കേണ്ടതാണ്. ഹിന്ദു ദിനപത്രം അത്തരം ഒരു പ്രതികരണം നടത്തിയില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. പക്ഷേ ഇവിടെ ഒരു അധ്യായം അടഞ്ഞു. ആ അധ്യായം അടഞ്ഞ ശേഷം എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുന്നില്ല? അങ്ങനെ ഒരു അടഞ്ഞ അധ്യായത്തിൻ്റെ പുറത്ത് ഏതാ കേസ് കൊടുക്കുന്നത്? അങ്ങനെ കേസ് കൊടുക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം, ആ ദിനപത്രത്തിൻ്റെ 3 പേജ്, ആ 3 പേജ് CPM-നും മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും എതിരായിട്ടുള്ള ഏതാണ്ട് 15 വാർത്തകളാണ് എഴുതിയത്. അത്ഭുതകരമായ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഈ എല്ലാ മാധ്യമങ്ങളും ഇല്ല, നല്ല അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, നല്ല അന്തസ്സോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയെ കടിച്ചു കീറി തിന്നാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇപ്പം പത്രസമ്മേളനം നമ്മൾ കണ്ടു. ഒരു മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, എനിക്ക് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കൂ. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി അങ്ങനെ പത്രപ്രവർത്തകരോട് അഭ്യർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ടോ? പോട്ട് രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ പത്രക്കാരെ പത്രസമ്മേളനത്തിൽ നേരിട്ടിട്ട് കണ്ടിട്ടേയില്ല. ആർക്കാ പരാതി? അപ്പോൾ ഇവിടെ എന്തു ആകാം. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് അടഞ്ഞുപോയ അധ്യായത്തെ ഊതിപ്പെരുപ്പിക്കുക. ഇപ്പോൾ 1-2 ദിവസമായിട്ടും ഈ ചാപ്റ്റർ വീണ്ടും കൊണ്ടുവരാൻ വലിയ പരിശ്രമങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയാണ് അപകടകരമായ ഇത്തരം പ്രചരണങ്ങളിലേക്ക് പോകുന്നത്? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണിത്. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ചില കുറുമുന്നണികൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. അവിടെ ജമായത്തെയും SDPയെയും ഒക്കെ ആയിട്ടുള്ള പരസ്യമായ രഹസ്യമായ സഖ്യം
അത് ലീഗ് അതിനോടൊപ്പം നിന്നു. ആ സഖ്യത്തിലാണ് മതനിരപേക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം നേടിയത്. സാധാരണപ്പെട്ട കോൺഗ്രസ്സുകാരൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ മത തീവ്രവാദികളുമായി സന്ധി ചെയ്ത് നേടിയെടുത്ത ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗൈഡ് ലൈൻ, ഒരു സർക്കുലർ, എല്ലാ പാർട്ടികൾക്കും സർക്കുലർ ഉണ്ടാവും. ആ സർക്കുലറിൽ ആ പാർട്ടിക്ക് തീരുമാനിക്കാം എന്തു വേണം. പക്ഷെ അടഞ്ഞുപോയ ഒരു അധ്യായം, അതും ഒരു വർഗീയ സംഘർഷത്തിന് എങ്ങനെ കേരളത്തെ കൊണ്ടുവരാം. കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് വർഗീയ സംഘർഷമില്ലാത്ത ഒരു നാട് കേരളം. ഇന്ത്യയിൽ കേരളമേ ഉള്ളൂ. അതാണ് കേരളത്തിൽ ഏറ്റവും സമാധാനത്തോടു കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തൊരു സംസ്ഥാനത്ത് എങ്ങനെ കലക്കണം? കാരണം രണ്ടാം പിണറായി ഗവൺമെൻറ് വന്ന മുതൽ നിരവധി നുണ ആരോപണങ്ങൾ, നുണ ബോംബുകളായിരുന്നു. ഒരു നുണ ബോംബും പൊട്ടിയില്ല. കോടതിയിൽ പോയി, ഹൈക്കോടതി പുച്ഛത്തോടുകൂടി ചവറുപോലെ വലിച്ചെറിഞ്ഞു. UDFും ഈ ചില മാധ്യമ പ്രവർത്തകരും കൊണ്ടുവന്ന ഏത് നുണബോംബിനാണ് കോടതിയുടെ അംഗീകാരം കിട്ടിയത്? ഏതെങ്കിലും ഒരു ആരോപണത്തിന് തെളിവുണ്ടോ? തെളിവുള്ള ഒരു ആരോപണമില്ല. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ഒടുവിൽ വന്ന സ്വർണ്ണ കടത്തിൽ പ്രതീക്ഷിച്ചു പിണറായി സർക്കാർ താഴെ വീഴും. വീണില്ല, കൂടുതൽ സീറ്റ് കിട്ടി. അപ്പോൾ തീരുമാനിച്ചു രണ്ടാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ അവസാനം പോരാക്രമണം ആദ്യം മുതലേ വേണം. ആദ്യം മുതലേ വേണം. ഈ ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു, തെറ്റ് ആര് ചെയ്താലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്ന് ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളെ നിർദാക്ഷിണ്യം നടപടിക്ക് വിധേയമാക്കിയത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. അന്വേഷണം നടത്താതെ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്കെതിരെ നടപടിയെടുത്താൽ അത്തരം നടപടി നിലനിൽക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം അറിയാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതെല്ലാം റദ്ദാക്കും. അതുകൊണ്ട് കൃത്യതയോടെ അന്വേഷണം നടത്തുക. അതിൻ്റെ പേരിൽ എന്തൊരു ബഹളമാണിവിടെ. അപ്പോൾ ഇതാണ് ഇന്ന് കേരളം നേരിടുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തെ ഇങ്ങനെ, ആ കേരളത്തിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, കേരളത്തിലെ മതനിരപേക്ഷത, അതിന് അവിടെ വിള്ളലുണ്ടാക്കി, അവിടെ സംഘർഷം ഉണ്ടാക്കി, മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് ആ ഒരു രാഷ്ട്രീയം അപകടകരമായ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകും. അതിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്മാറണം. ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്. ഇല്ലാത്ത കഥയാണിവിടെ, പറയാത്ത കാര്യമാണ്, പത്രം നിഷേധിച്ച കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ള രാഷ്ട്രീയ മാന്യത തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് കാണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, ശ്രീ M. ജയചന്ദ്രൻ, നമുക്ക് അറിയാം രാഷ്ട്രീയമായി ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷവും ഒക്കെ ആഞ്ഞടിക്കും. അവർ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും വീഴ്ചകൾ ഏതെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ മറുപക്ഷം അത് ഉപയോഗിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് വളരെ അപകടകരമായ ഒരു കാര്യത്തെയാണ് ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം പറഞ്ഞതുപോലെ. അത്ര വ്യക്തമായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പോലും പരിമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാര്യത്തെ മുഖ്യമന്ത്രി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഞാൻ വീണ്ടും താങ്കളുടെ മുമ്പിലേക്ക് വെക്കേണ്ടതില്ല. പക്ഷേ ഇതൊരു ബോധപൂർവമായ കാര്യമായിട്ട് വേണ്ടേ കാണാൻ. ഇത് പറ്റിയ ഒരു താൽക്കാലികമായ ഒരു അവസരം ഉപയോഗപ്പെടുത്തൽ എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുമോ? നോക്കൂ, ഇതിൽ പല വിഷയങ്ങൾ നേരത്തെ അവരുടെ കുറിപ്പിൽ കാണുന്ന ഈ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന പ്രസംഗിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കുറിപ്പിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. കാഫിർ സ്ക്രീൻഷോട്ടിനെ ഉപയോഗിക്കണം, തൃശ്ശൂർ പൂരം കലക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരണം, ADGP RSS കൂടിക്കാഴ്ച വരണം. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച്
ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യവും കൂടി അതിനകത്ത് വരണം. ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിസ്സാരമായി മനഃപൂർവ്വമല്ലാത്തൊരു കാര്യമാണ് എന്ന് കാണാനാകുമോ? ഇതൊരു PR ഏജൻസി എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതാണ് PR ഏജൻസി. ഇവിടെയാണ് ആരോ ബോധപൂർവം ഇതിനെയൊക്കെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലേ കാണേണ്ടത് ശ്രീ ജയചന്ദ്രൻ? തീർച്ചയായിട്ടും ഡോക്ടർ ലാൽ, ഇത് ഒട്ടും യാദൃശ്ചികമോ സാന്ദർഭികമോ അല്ല എന്ന് മാത്രമല്ല, വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കാണാതെ പോകുന്നതേ ശരിയല്ല. കാരണം ഞാൻ താങ്കളുടെ ചർച്ചയിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മാധ്യമ ഗുണ്ടായിസം എന്ന് ഞാനിതിനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ശരിക്കും അത് വിശദീകരിക്കേണ്ട കാര്യമുണ്ട്, അതുകൂടെ പറയണമല്ലോ. ഈ ഗുണ്ടായിസം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ മാധ്യമ ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ മീഡിയ ഗുണ്ടായിസമാണ്. മീഡിയയുടെ നേതൃത്വത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി, മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നഗ്നമായ പ്രകടനമാണ് ഈ മുഖ്യമന്ത്രിയെ കരുവാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ മലപ്പുറം ഇഷ്യൂ എന്ന് പറയുന്നത്. അത് കോൺഗ്രസിൻ്റെ സർക്കുലറിൽ, ഇൻറ്റേർണൽ സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഇൻറ്റേർണൽ സർക്കുലറിൽ എങ്ങനെയാണ് ഈ മാസം, ഈ ഓഗസ്റ്റ് മാസം നടക്കുന്ന UDF കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഇൻറ്റേർണൽ സർക്കുലറാണ് M. ലിജു വിതരണം ചെയ്തിരിക്കുന്നത്, അയച്ചിരിക്കുന്നത്. അതിലാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഇവിടെ പറയുന്ന, ഞാൻ മാധ്യമ ഗുണ്ടായിസം എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന സംഗതി മലപ്പുറമാണല്ലോ ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത്. മലപ്പുറം എന്ന ജില്ല, അതിനെ ദേശവിരുദ്ധ ജില്ലയാക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുന്നു. ജയചന്ദ്രൻ, ഒക്ടോബർ 5 മുതൽ 20-ാം തീയതി വരെ സംസ്ഥാന സർക്കാരിനെതിരെ KPCC പ്രഖ്യാപിച്ച ജനവിരുദ്ധ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ക്യാമ്പയിനിൽ സംസാരിക്കേണ്ട പ്രധാന വിഷയങ്ങൾ എന്ന് തന്നെയാണ് തലക്കെട്ട്. അതെ, അതുതന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ ഇൻറ്റേർണൽ സർക്കുലർ എത്രയേറെ വിഷലിപ്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെയും ചർച്ച ചെയ്യാതെയും പോകുന്നതിൽ അർത്ഥമില്ല. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മലപ്പുറം എന്ന ജില്ല ഈ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ ഈ കള്ളസ്വർണം പിടിക്കുന്നതിൻ്റെ കാരണം മലപ്പുറത്തുകാരുടെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതാണല്ലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേറ്റീവ്, അതാണല്ലോ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ സർക്കുലറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇത് പറഞ്ഞു തുടങ്ങിയതും വീണ്ടും എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണ്? മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് എന്താണ് പറയാൻ അടിസ്ഥാനം? അവരുടെ മാധ്യമപ്രവർത്തകരാണല്ലോ മാധ്യമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തനമല്ല, രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് ഒന്നാമത്തെ എൻ്റെ വിമർശനം. മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തനത്തിന് പകരം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തങ്ങളുടെ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹിന്ദു പത്രം എന്നുള്ളത് തുടക്കത്തിൽ മാറ്റിവെക്കുക നിങ്ങൾ. എന്നിട്ട് ഒരു പത്രം കേരള മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ എടുത്തു, ഏതെങ്കിലും ഒരു പത്രം എടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നു ഇത് താൻ പറഞ്ഞതല്ല അച്ചടിച്ച് വന്നിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നയാൾ പ്രസ് സെക്രട്ടറിയാണ്. പ്രസ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് പ്രസ് സെക്രട്ടറി ആ പത്രത്തിന് ഒരു നോട്ടീസ് അയക്കുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, അഭിമുഖം നിങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അച്ചടിച്ച് വന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ വ്യക്തത വേണം, വിശദീകരണം വേണം എന്ന് പറഞ്ഞ് പ്രസ് സെക്രട്ടറി കത്തയക്കുന്നു. പത്രം അന്ന് തന്നെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി, അത് ഞങ്ങൾക്ക് മറ്റൊരാൾ വഴി, ഒരു PR ഏജൻസി വഴിയാണ് വന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ട് ഒടുവിൽ ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, അപ്പോളജൈസ് ചെയ്യുകയാണ് ചെയ്തത്, ക്ഷമ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞത് നിർത്തിവെക്കുന്നു. എന്താണെന്നറിയാമോ? ഏതെങ്കിലും പത്രമായിക്കോട്ടെ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. പറഞ്ഞതാരാണ്? ക്ഷമ ചോദിച്ചതാരാണ്? അവിടെയാണ് പ്രാധാന്യമുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. പ്രാധാന്യമുള്ളത്
പിന്നെ 150 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ദേശീയ പത്രമായ ഹിന്ദുവാണ് ഇക്കാര്യത്തിൽ ക്ഷമ ചോദിച്ചത്. അതാണ് അവരുടെ മഹത്വം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഖണ്ഡിതമായി പറഞ്ഞത് നിങ്ങളാണെങ്കിലും അത് ചെയ്യില്ല എന്ന്. മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് മുഖത്ത് നോക്കിയാണല്ലോ പറഞ്ഞത്. പക്ഷേ ഹിന്ദു അത് ചെയ്തു. അതാണ് കാര്യം. അപ്പോൾ ഹിന്ദു പിന്നെ മുഖ്യമന്ത്രിയല്ല തെറ്റുകാരൻ. മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് മോശപ്പെട്ട് പറഞ്ഞിട്ടില്ല, സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സമുദായത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നാര് സമ്മതിച്ചു? ഈ പറഞ്ഞ പത്രം, ദേശീയ പത്രമായ ഹിന്ദു സമ്മതിച്ചു. മറ്റ് പത്രങ്ങളോ മാധ്യമങ്ങളോ പലതും വ്യാജ വാർത്തകൾ കൊടുത്തിട്ടും ഇതുവരെയും മുഖ്യമന്ത്രി കേസ് കൊടുക്കാനും പോയില്ല, അവർക്കെതിരെ പ്രതികരിക്കാനും പോയില്ല. അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക ഒരു സ്ട്രാറ്റജി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോഴാണോ താങ്കൾ ഇപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ നൽകിയ ഹിന്ദു പോലൊരു പത്രം ഇങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പ്രതിപക്ഷം പറയുമ്പോൾ പോയി കേസ് കൊടുക്കാൻ നിൽക്കേണ്ടത്? അത് എത്രത്തോളം ഉചിതമായിരിക്കും? ഈ ഹിന്ദുവിനെതിരെ ഏതാണ് ഡോക്ടർ ലാൽ? ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിക്കണമെന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. മറ്റു പത്രങ്ങളൊക്കെ വ്യാജ വാർത്തകൾ കൊടുത്തിട്ട് ഇന്ന് വരെ കേസ് കൊടുക്കാൻ പോകാത്ത ആളുകളാണ് നമ്മളൊക്കെ. കേരളം അങ്ങനെ ഒരു കൾച്ചറാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, ഞാൻ പറയുന്നതാണ് സർ. എന്താണെന്നറിയാമോ, ഞാൻ പറയുന്ന എൻ്റെ വിമർശനം, ഞാൻ ഉന്നയിക്കുന്ന വിമർശനത്തിൻ്റെ കാതൽ മാധ്യമ ഗുണ്ടായിസം എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഹിന്ദു പോലുള്ളൊരു പത്രം ഇക്കാര്യത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, തങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പരസ്യമായി ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടും അതിനെ അംഗീകരിക്കാതെ അതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വീണ്ടും കോർണർ ചെയ്യുകയാണ്. മലപ്പുറത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, ആ സമുദായത്തിനെ അപമാനിച്ചു എന്നുള്ള പേരിൽ. അതല്ലേ മാധ്യമ ഗുണ്ടായിസം? ആ മാധ്യമ ഗുണ്ടായിസം നിരന്തരം തുടരുന്നതിനൊടുവിലാണ് ഈ വിഷയം തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സംഘടനാകാര്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ലിജു ഇൻറ്റേർണൽ സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലറാണ് ഈ പ്രശ്നം പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഏറ്റെടുക്കണം, അതാണ് പ്രസംഗിക്കേണ്ടത് എന്ന് കാണിച്ച് സർക്കുലർ താഴേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് താങ്കൾ കൃത്യമായി പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ആദ്യം എഴുതിയതാണോ അതോ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇത് ആദ്യം തീരുമാനിച്ചിട്ട് മാധ്യമങ്ങളിലേക്ക് വന്നതാണോ, അതോ ഇതൊരു രണ്ടും കൂടി ഒരു നെക്സസ് ഉണ്ടോ, ഇതിലൊരു PR ഏജൻസി ഉണ്ടോ, ഇതാരാണ് ഇതിനകത്ത് ആസൂത്രണം എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചല്ലോ, ആസൂത്രിതമായ ആ അജണ്ട സെറ്റ് ചെയ്തത്? അത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്. അത് മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വല്ല മാനസിക വിഭ്രാന്തി ഉണ്ടായോ എന്ന അർത്ഥത്തിൽ എൻ ശ്രീകുമാറിനെ പോലുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കതിന് കുറ്റം പറയാൻ സാധിക്കില്ല. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇതിനകത്ത് ഈ പറയുന്ന KPCCയുടെ സർക്കുലർ കൃത്യമായി നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ എല്ലാ വിഭവങ്ങളുമുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട്, തൃശ്ശൂർ പൂരം കലക്കൽ, ADGP RSS കൂടിക്കാഴ്ച, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മലപ്പുറം വിഷയം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് അടുത്ത 2 ആഴ്ച പ്രചരണം നടത്തി കേരളത്തിലെ സർക്കാരിൻ്റെ എതിരെ ഉള്ള ജനകീയ പ്രക്ഷോഭമായി അവതരിപ്പിക്കണം എന്നാണ് എം ലിജുവിൻ്റെ ഈ പറയുന്ന കുറിപ്പിലുള്ളത്, ഈ നോട്ടീസിൽ ഉള്ളത്. ഇതെങ്ങനെയാണ് സാർ? ഒന്ന് നോക്കൂ, നമ്മളൊന്ന് കൃത്യമായി പരിശോധിച്ചാൽ ഇതിൻ്റെ അവസാനത്തേക്ക് പോകുമ്പോൾ എന്താണ് ആവശ്യം? ഇതൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം തെളിയിക്കേണ്ടത് BJP CPM പരസ്യ ബാന്ധവമാണ്. വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്ന് വരുത്തുകയാണ് വേണ്ടത്. എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ CPMഉം BJPയും തമ്മിൽ പരസ്യ ബാന്ധവമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പോകുന്നു എന്നാണോ? സത്യത്തിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കാണ് ഈ ബാന്ധവം സാർ? നോക്കൂ ഡോക്ടർ ലാൽ, ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് തടസ്സപ്പെടുത്തിയ ഞാൻ അപ്പം നിർത്തും കേട്ടോ. അത് ഞാൻ സംശയമില്ലാതെ പറയുകയാണ്. കാരണം ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണം ചോദിക്കാം, പൂർത്തിയാക്കിയിട്ട്. സംസാരിച്ച് കഴിയാൻ നിൽക്കണ്ട, 2 വാചകം പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ഇടപെട്ടുള്ളൂ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായ ഒരു സർക്കുലറിനെ
CPM ഭയപ്പെടുന്നത് ആ പാർട്ടി ഇന്നെത്തിയ ഒരു ഗതികേടിൻ്റെ സൂചനയായിട്ട് ഒന്നാമത് ഞാൻ കാണുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും പാർട്ടി പ്രവർത്തകർ ബഹിഷ്കരിക്കുന്ന കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രചരണവുമായി ഇറങ്ങിയാൽ പാർട്ടി വല്ലാത്ത പടുകുഴിയിലേക്ക് വീഴുമെന്ന് CPM ഭയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തെക്കുറിച്ചുള്ള പത്രവാർത്തകളും അതുപോലെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണങ്ങളും ഒരു പാർട്ടി ചർച്ചയാക്കുന്നത് തെറ്റാണെന്ന് കേരളത്തിൽ CPMൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ കണ്ടെത്തലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം, CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഹിന്ദുവിൻ്റെ ആ ഒരു മാപ്പ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു PR ഏജൻസിയാണ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് എന്ന വരി CPM പത്രം വെട്ടിക്കളഞ്ഞു. അതെന്തിനാണ് വെട്ടിക്കളഞ്ഞതെന്ന് ചോദിച്ചാൽ അതിലെല്ലാ ഉത്തരങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതാണല്ലോ മാധ്യമ ഗുണ്ടായിസം എന്ന് നമ്മുടെ ജയേന്ദ്രൻ പറഞ്ഞത് കൃത്യമായിട്ട് അവിടെയാണല്ലോ ചിലവാകുന്നത്. ഒരു പത്രം കൊടുത്ത വിശദീകരണക്കുറിപ്പിനെ വെട്ടിക്കളഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മാധ്യമ ഗുണ്ടായിസം. അതാദ്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാനല്ല പ്രതിപക്ഷം പറയുന്നത്. ഹിന്ദു പറഞ്ഞ കാര്യം തെറ്റാണെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും പറയുകയാണ്. എങ്കിൽ ഹിന്ദുവിന് എതിരെ കേസ് കൊടുക്കാനാണ് പറഞ്ഞത്. മനസ്സിലായോ? മറ്റൊരു കാര്യമുള്ളത്, ഇന്നലെ അങ്ങോട്ട് KT ജലീലിൻ്റെ ആയിട്ടൊരു പ്രസ്താവന വന്നു. അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒരു ഒരു പ്രസ്താവന ഇറക്കിയാൽ തീരുന്നതേ ഉള്ളൂ എന്ന്. അത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പം. ഇടതുമുന്നണി MLA ആണ് മുനീർ, നമ്മുടെ KT ജലീൽ. ആ ജലീൽ ഇന്ന് ഇടതുപക്ഷ MLA പറഞ്ഞ കാര്യങ്ങൾ നാളെ എന്തായാലും വിശദമായി പത്രങ്ങളിൽ വരും, അപ്പോൾ വായിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുന്നണിയിലെ ഒരു പാർട്ടിയുടെ നേതാക്കൾ ഇങ്ങനെ KPCCയുടെ സർക്കുലറെ ഭയപ്പെടുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പക്ഷേ ആ സർക്കുലർ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ ചോദ്യം ആ സർക്കുലറിനെ വെച്ചായിരുന്നു. താങ്കൾ ആ വഴിക്കൊന്നും വന്നില്ല. എന്റെ ചോദ്യങ്ങളിലേക്ക് വന്നില്ല. താങ്കൾക്ക് 3 മിനിറ്റ് ഞാൻ ഇപ്പോൾ തന്നിപ്പോഴും താങ്കൾ അതിലേക്കൊന്നും വന്നില്ല. BJP CPM പരസ്യ ബാന്ധവമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നടക്കാൻ പോകുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കണം. ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് CPM അറിയിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്ത് നിരത്തുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനല്ലേ സാർ ഈ സംഘപരിവാർ ബന്ധം? BJP കോലീബി സഖ്യം ആർക്കാണ് ഈ നാട്ടിലുണ്ടായിരുന്നത്? അത് കഴിഞ്ഞിട്ട് സംഘപരിവാറിൻ്റെ ആയുധപ്പുരയ്ക്ക് കാവൽ നിൽക്കുമെന്ന് പറഞ്ഞത് ആരാണ് സാർ? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ CPM BJP ബന്ധമാണോ അതോ കോൺഗ്രസിനാണോ BJP ആയിട്ട് ബന്ധമെന്ന് പറയേണ്ടി വരില്ലേ നിങ്ങൾക്ക്? കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഇന്ന് നമ്മുടെ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാറിൻ്റെ സംഘടനയുടെ മുഖപത്രമായ റിസാലയിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് എഴുതി എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കുക. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, കേരളത്തിലെ CPMഉം BJP CPM ബന്ധത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഞങ്ങളാരുമല്ല. LDF കൺവീനറായിരുന്ന EP ജയരാജനെ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൻ്റെ പേരിൽ മാറ്റിയത് CPM ആണ്. ADGPയെ കണ്ടിട്ട് എന്ത് വിജ്ഞാനമാണ്, RSS നേതാവിനെ കണ്ടിട്ട് എന്ത് വിജ്ഞാനമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കിട്ടിയതെന്ന് ചോദിച്ചത് CPI ആണ്. ഇപ്പോഴും CPI പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതും കോൺഗ്രസ് BJPക്ക് കൊടുത്തത് ഇപ്പൊ തൃശ്ശൂരിലെ കണക്കുകൾ ഇതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. ആർക്കാണ് ബന്ധം? പറയട്ടെ ലാലെ പറഞ്ഞു വരികയല്ലേ. അതായത് എല്ലാം പറഞ്ഞു തരാം. ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇന്നലെ അല്ലേ ഇന്നലെ തോന്നുന്നു തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ UDFനെ പുറത്താക്കിയത് BJPയും LDFും കൂടെ ചേർന്നിട്ടാണെന്നൊരു വാർത്ത ഞാൻ കണ്ടു. ശരിയാണോ എനിക്കറിയാം. അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ അതോ താങ്കൾ മനഃപൂർവ്വം വളച്ചൊടിക്കുന്നതാണോ? വെമ്പായത്ത് ഒരു പഞ്ചായത്തിൽ അവിശ്വാസം വന്നപ്പോൾ എല്ലാവരും കൂടെ എതിർത്തു കോൺഗ്രസിനെ. അത് ഇത്രയും കാലം കോൺഗ്രസ് അവരുടെ സഹായത്തോടെ ഭരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. കൊള്ളാം നല്ല വിശദീകരണം. അവിടെ നിൽക്കട്ടെ. അതായത് ഇവിടെ BJP CPM ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസ് പണ്ടേ പറഞ്ഞതാണ്. ഈ വടകരയിലത്തെ കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറിച്ച് പോലീസ് അന്വേഷണം എങ്ങും എത്താത്തൊക്കെ നമുക്കറിയാമല്ലോ. വെറുതെ നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോകണം. ഇതൊക്കെ ജനത്തിന് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ CPM ഇന്ന്
പെട്ടു. അതായത് രാഷ്ട്രീയമായിട്ട് CPM-ന് അപജയം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വർത്തമാനകാല രാഷ്ട്രീയവും പാർട്ടി സമീപനവും എന്ന രീതിയിൽ പുതിയ ഒരു തത്വം എന്തോ ഗോവിന്ദ മാഷ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ വർത്തമാനകാല രാഷ്ട്രീയം CPM-ന് എതിരായിരുന്നു, ജനങ്ങൾ CPM-നെ വെറുത്തു, ഘടകകക്ഷികൾ വെറുത്തു. അതുകൊണ്ട് പുതിയ സമീപനം കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിച്ചത് തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ CPM-ന്റെ ഭരണ വൈകല്യത്തെ തുറന്നു കാണിക്കാൻ 20 ദിവസം KPCC നടത്തുന്ന പ്രചാരണ യോഗത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖവും മറ്റ് കാര്യങ്ങളുമെല്ലാം കൃത്യമായി പറയും. അതിനെ പ്രതിരോധിക്കേണ്ടത് പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി, അവരും എന്താണ് പറയുക, CPM-ന് വന്നിരിക്കുന്ന പുതിയ തന്ത്രപരമായ മാറ്റം അതാണ് BJP CPM പരസ്യബാന്ധവം എന്നാണ് ഇപ്പോൾ എൻ ശ്രീകുമാർ പറയാൻ ശ്രമിക്കുന്നത്. അത് കോൺഗ്രസിന്റെ പഴയ ബന്ധത്തെക്കുറിച്ചൊന്നും ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം ഉണ്ടാവില്ല. എന്താണ് അതിന് മറുപടി? ഈ പറയുന്ന സർക്കുലറിനെ ഭയക്കുന്നുണ്ടോ CPM? അല്ല, ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് സംബന്ധിച്ച് മറ്റാരും പറയുന്നിടത്ത് നമ്മൾ തരേണ്ട കാര്യമില്ല. KG മാരാർ തന്നെ BJP-യുടെ എക്കാലത്തെയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹം തന്നെ വളരെ പരസ്യമായി ആ ബന്ധങ്ങളെ സംബന്ധിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മാത്രം നോക്കിയാൽ പോരെ, അതിന് അപ്പുറത്തേക്ക് പോകണം. അതിനുശേഷം തുടർന്ന് വന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ. ഇപ്പോൾ തൃശ്ശൂരിൽ 86,000 കോൺഗ്രസ് വോട്ടില്ല. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഇടതുപക്ഷത്തിന് വോട്ട് കൂടി. പക്ഷെ കോൺഗ്രസിൻ്റെ 86,000 വോട്ട് പോയി. BJP എത്ര വോട്ടിനാണ് അവിടെ ജയിച്ചത്? അപ്പോൾ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്ന അതിഗുരുതരമായ, കോൺഗ്രസ് പാർട്ടിക്ക് എന്തും ആകാം, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ മഴവിൽ സഖ്യം ആ വിവിധ ആശയങ്ങളുള്ള തീവ്രവാദികളായി അല്ലെങ്കിൽ മറ്റ് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത എല്ലാവരുമായി സഖ്യം ഉണ്ടാക്കുക. എന്തിനു വേണ്ടി? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്ന കേരള ഗവൺമെൻറ്റിനെ? എന്തിനാ നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം കേരളം ഇന്ന് ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ വിവിധ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഏജൻസികൾ ഉൾപ്പെടെ 40 കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും ഒടുവിൽ വന്ന മുനിസിപ്പൽ ഭരണ സംവിധാനം ഉൾപ്പെടെ ക്രമസമാധാന നിലയിൽ ഈ കേരളം ഈ ഗവൺമെൻറ് വന്നേ പിന്നെ 7 വർഷമായി ഇന്ത്യ രാജ്യത്ത് നമ്പർ 1 ആണ് ക്രൈം ബ്യൂറോ ഓഫ് റെക്കോർഡ്സിൻ്റെ കണക്ക് പ്രകാരം. എന്നുവെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം, ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ല. ഇത്ര ജീവിത സൗകര്യങ്ങൾ കേരളത്തിലെ പോലെ മറ്റെവിടെയുണ്ട്? കേന്ദ്രം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ ഗൈഡ് ലൈനകത്ത് കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ പെൻഷൻ മുടക്കുന്ന, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്ന, ലൈഫ് പദ്ധതി മുടക്കുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അട്ടിമറിക്കെതിരെ ഒരു വാചകം നിങ്ങളുടെ ഗൈഡ് ലൈനിലുണ്ടോ? എന്താ എഴുതാത്തെ? ആരാണ് BJP-യുമായി സന്ധി ചെയ്യുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങൾ മൗനം പാലിക്കുന്നു. ഇവിടെ ചൂരൽമല, ആ ചൂരൽമലയ്ക്ക് വേണ്ടി 5 നയ പൈസ കേന്ദ്രം തന്നിട്ടില്ല. നിങ്ങളുടെ ഗൈഡ് ലൈൻ, കോൺഗ്രസിൻ്റെ പ്രസംഗത്തിൽ ഗൈഡ് ലൈനിൽ ഒരു വാചകമുണ്ടോ? ഇത് മനുഷ്യത്വം. എൻ്റെ സ്നേഹിതൻ ശ്രീകുമാർ എൻ്റെ നല്ല സുഹൃത്താണ്. പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്തു പറ്റി? PR എന്ന് വിളിച്ചു പോവുക. കനകലു അല്ലേ നിങ്ങളുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ PR ഏജൻസി? ആ കനകലുവിൻ്റെ അല്ലേ? അദ്ദേഹം അല്ലേ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുഴുവൻ തീരുമാനിച്ച്? അപ്പോ നിങ്ങൾ ഭയപ്പെടുകയാണ് ഒരു സർക്കാരിനെ. കാരണം ഇങ്ങനെ പോയാൽ ഈ കേരളം, ഈ ഗവൺമെന്റ് 3ാമതും അധികാരത്തിൽ വരും. അതാണ് നിങ്ങളുടെ പ്രശ്നം. 1ാം പിണറായി ഗവൺമെന്റ് എവിടെ പോകും? ഒരിക്കലും തിരിച്ചു വരില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ കൂടുതൽ സീറ്റോടു കൂടി വന്നു. മാത്രവുമല്ല, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണമായിട്ട് ഈ ഭരണം മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആദ്യ റൗണ്ടിലെടുത്ത എല്ലാ അടവുകളും, ആദ്യ റൗണ്ടിലെടുത്തതെല്ലാം അഴിമതി ആരോപണങ്ങളായിരുന്നു. ഈ അഴിമതി ആരോപണങ്ങൾക്കകത്ത് തരിമ്പും അതിനകത്ത് സത്യമില്ല, ഇത് നുണപ്രചരണമാണ്, നുണ ബോംബുകളാണ് എന്ന്
കേരള സമൂഹം തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് നിങ്ങൾ ഈ വർഗീയ കാർഡ് എടുത്തത്. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ അപജയം. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ അപജയം അവിടെ നിന്നാണ്. ഇങ്ങനെ പോയാൽ ഈ മാധ്യമ നുണ കോട്ടകൾ തങ്ങളെ രക്ഷിക്കില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടായി. അവിടെ നിന്നാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വർഗീയ കൂട്ടുകെട്ട് നിങ്ങൾ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കണം, അത് നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കണം. കാരണം നിങ്ങൾ ഇതുവരെ എടുത്ത എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അവജ്ഞയോട് തള്ളി, കോടതികൾ അവജ്ഞയോടെ തള്ളി. അപ്പോൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. അപകടകരമായ മാർഗമാണ്. ഇതാണ് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയത്. ഇന്ദിരാഗാന്ധി വളർത്തിയ ഭിന്ദ്രൻവാല അല്ലേ, ആ ഭിന്ദ്രൻവാലയുടെ ആളുകൾ തന്നെ ആ വലിയ വ്യക്തിത്വത്തിന്റെ ജീവൻ എടുക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? ഇത് ഇവിടുത്തെ അനുഭവം മാത്രമല്ല, ഇത് ലോകത്തിൽ ആരെല്ലാം ഈ മത തീവ്രവാദികളെ വളർത്തിയിട്ടുണ്ടോ സംരക്ഷിച്ചിട്ടുണ്ടോ അമേരിക്കയ്ക്ക് കിട്ടിയില്ലേ? അമേരിക്കയ്ക്ക് കിട്ടിയില്ലേ? ഒസാമ ബിൻ ലാദനെ വളർത്തിയത് ആരാ? റഷ്യക്കാരെ ഓടിക്കാൻ വേണ്ടി അമേരിക്ക. ആ ബിൻ ലാദന്റെ ആളുകൾ അമേരിക്കയെ തന്നെ തകർക്കാനല്ലേ നോക്കിയത്. അപ്പം ഇത് ലോക ചരിത്രമാണ്. ഈ മത തീവ്രവാദികളെ വളർത്താനും പാലൂട്ടാനും സംരക്ഷിക്കാനും. കാരണം അവർക്കെല്ലാം വലിയ താല്പര്യങ്ങൾ വേറെയുണ്ട്. അവരുടെ താല്പര്യങ്ങൾ ഇതൊന്നും അല്ല. അപ്പൊ അത്തരം താല്പര്യമാണോ കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യം? ഇന്ത്യ മുന്നണിക്കകത്ത് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഇല്ലേ, ഞങ്ങൾ എത്ര സംസ്ഥാനത്ത് വോട്ട് ചെയ്തു? ഞങ്ങൾ എത്ര സംസ്ഥാനത്ത് വോട്ട്? എന്തുകൊണ്ട്? കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്. നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എവിടെ പോയി? മഹാത്മാഗാന്ധിയെ നിങ്ങൾ മറന്നോ? അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ലേ? അപ്പോ ഈ നിലയിൽ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതുൾപ്പെടെ അപ്പോൾ നിങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കോൺഗ്രസ് വരുമെങ്കിൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ ഈ ഈ ഈ നിലപാട് ഒരു പത്രം, ദേശീയ ദിനപത്രം, ഹിന്ദു ദിനപത്രം തള്ളിയ, നിഷേധിച്ച, ക്ഷമ പറഞ്ഞ, മാപ്പ് പറഞ്ഞ ഒരു പ്രശ്നം, അതിനെ നിങ്ങൾ വീണ്ടും കത്തിക്കാൻ നോക്കിയാൽ മലപ്പുറത്തെ ജനത ഉൾപ്പെടെ നിങ്ങളെ പുച്ഛിച്ചതുള്ളൂ. ഒരു സംശയം കനകോലു പറഞ്ഞതാണോ? കനകോലു KPCCയുടെ യോഗത്തിൽ ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞതാണോ? ഇത് KPCC ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണോ? അങ്ങനെ എടുക്കാൻ സാധ്യതയുണ്ടോ? കെ സുധാകരൻ അവിടെയൊക്കെ പോയി നിന്ന് കാവൽ നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? ഡോക്ടർ ലാലേ, ഒരു സർക്കുലറിൽ എന്താ പറഞ്ഞതെന്നുള്ളതൊക്കെ ആദ്യം മനസ്സിലാക്കണം. ഞാനീ സർക്കുലർ വായിക്കാത്ത സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വായിച്ചാൽ ഈ കൈരളിക്കാരെല്ലാം കേട്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചർച്ചയുടെ ആ എരിവും പുളിയും പോകും. അതൊക്കെ നിൽക്കട്ടെ, നിങ്ങൾ പറഞ്ഞതന്നെ ശരിയാവട്ടെ. അതായത് കനകോലു എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇപ്പോൾ ആരുടെ പേരാ പറയുന്നത്? പരിചയമുള്ളൊരു CPI നേതാവിൻ്റെ മകൻ്റെ പേരൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊന്നും നോക്കണ്ട. PR ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതോടെ നിൽക്കട്ടെ, നമ്മളതിലേക്കൊന്നും പോകണ്ട. കനകോലു പറഞ്ഞത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇവിടെ അപ്പൊ ഇത് കനകോലുവാണോ പറഞ്ഞത്? ഇങ്ങനെ ഈ പറയുന്ന വർഗീയ കാർഡ് ഇറക്കണം ഇത്തവണ BJP CPM എന്ന് പറയാമെന്ന് പറഞ്ഞത് കനകോലുവാണോ? അല്ല, ഈ നിങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് ഉത്തരം പറയാൻ നിൽക്കേണ്ട. വർഗീയ കാർഡ് ഇറക്കണമെന്ന് കോൺഗ്രസ് പറയില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്നുള്ളത് CPMൻ്റെ ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി യെച്ചൂരി ഭരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞത്. ആ മുന്നണിയെ CPM അംഗീകരിച്ചത് കോൺഗ്രസോട് ഉള്ളതുകൊണ്ടാണ്. അത് ശ്രീ രാജു എബ്രഹാം പറഞ്ഞല്ലോ. അതായത് ഇവിടെ ശ്രീ KG മാരാരുടെ പുസ്തകം അദ്ദേഹം കോട്ട് ചെയ്തു. ശ്രീ രാജു എബ്രഹാം KG മാരാരുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു, തൃശ്ശൂരിലെ കണക്കുകളും പറഞ്ഞു. അല്ല, ഇവിടെ KG മാരാരുടെ പുസ്തകം വായിക്കേണ്ട കാര്യമില്ല. EP ജയരാജൻ നേരിട്ട് ജാവദേക്കറെ കണ്ട കാര്യം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് മാരാരുടെ പുസ്തകം വായിക്കാൻ പോകുന്നത്? നമ്മുടെ EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയത് BJP നേതാവിനെ കണ്ടിട്ടില്ലേ? പിന്നെ തൃശ്ശൂരിലെ കാര്യം അതിലൊക്കെ പറഞ്ഞു, മലപ്പുറത്ത് പറഞ്ഞു നിർത്തിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ വിവാദം വന്നപ്പോൾ CPM നേതാക്കൾ പറയുന്നത് മലപ്പുറം ഞങ്ങളാണ് EMSൻ്റെ കാലത്ത് 67 ഞങ്ങളാണ് കൊണ്ടുവന്നത്. ശരിയാണ്. ആ മലപ്പുറത്ത് എന്താ CPM വളരാതിരുന്നത്? ആ മലപ്പുറത്ത് എന്താ UDFും മുസ്ലിം ലീഗും വളർന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പാർട്ടി പഠിക്കണം ശ്രീ രാജു എബ്രഹാം. എന്നിട്ട് കോൺഗ്രസ് എന്ന് പറയരുത്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസ് എന്ന് പറയരുത്, മലപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. CPM അവിടെ വിജയിക്കില്ല. പിന്നെ
പിന്നെ ശ്രീ രാജു പറഞ്ഞ കാര്യം, മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളുണ്ടെന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഇനി മറ്റൊരു കാര്യം, അതായത് നമ്മുടെ ഇപ്പോൾ ലാല് ചോദിച്ചൊരു ചോദ്യം, അതായത് ആ ചോദ്യം ഒന്ന് ആവർത്തിക്കും. ഇപ്പോൾ അവസാനം പറഞ്ഞ ചോദ്യം, അതായത് തൃശ്ശൂരിലെ കണക്കുകളും KG മാരാറിന്റെ ഇത് കനകോലുവിനെ കുറിച്ച് ചോദിച്ചു. തൃശ്ശൂർ യെസ് നല്ല ചോദ്യമാണ്. കാരണം കനകോലു ഞാൻ പറഞ്ഞത് തൃശ്ശൂരിലത്തെ കണക്കിൻ്റെ കാര്യം പറയാം. തൃശ്ശൂരിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തി, UDF 2-ാം സ്ഥാനത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും എത്തി, 1-ാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തി. BJPയുടെ സ്ഥാനാർത്ഥിയാണ്, പക്ഷേ സുരേഷ് ഗോപി എന്ന ആ ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടിയ വ്യാപകമായ അംഗീകാരമാണ് വിജയത്തിൻ്റെ കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ പൂരമൊന്നും ഒക്കെ ചിലർ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പൂരത്തെക്കുറിച്ചൊന്നും ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. അതെൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. ഇവിടെ തൃശ്ശൂരിലെ 1 ലക്ഷത്തിലധികം വോട്ട് കൂടി ശ്രീ രാജു എബ്രഹാം, എൻ്റെ സ്നേഹിതത് മനസ്സിലാക്കണം. 1 ലക്ഷത്തിലധികം വോട്ട് കൂടി ഇത്തവണ പുതിയ വോട്ടർമാർ. ആ വോട്ടർമാരിൽ 16,500 പേരെ LDFനെ തുണച്ചുള്ളൂ. ബാക്കി ഏതാണ്ട് 90,000 വോട്ടുകൾ എവിടെ പോയി? പുതിയ വോട്ടർമാർ. അതുകൂടെ പറയണം. 1 ലക്ഷത്തിലധികം ഈ 80,000 വോട്ട് എവിടെ? 80,000 കോൺഗ്രസിന്റെ വോട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും വോട്ട് ചെയ്യാൻ ഇത്തവണ വന്നില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ശ്രീ രാജു എബ്രഹാം മറുപടി. എനിക്ക് M ജയചന്ദ്രനിലേക്കും പോകണം. ശ്രീ രാജു എബ്രഹാം. അല്ല, ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. കഴിഞ്ഞ തവണ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 86,000 വോട്ട് ഇത്തവണ അവിടെ കുറവാണ്. ആ വോട്ട് എവിടെ പോയി? ഇത്ത ചോദ്യമേ ഉള്ളൂ. ആ വോട്ട് സുരേഷ് ഗോപിക്ക് പോയി. അതിന് പുതിയ വോട്ടർമാരുടെ തലയിൽ കെട്ടിവെച്ച് മാറാൻ നോക്കുന്നത് ശരിയാണ്? ഒരിക്കലും അല്ല. യെസ്, ശ്രീ M ജയചന്ദ്രൻ, എനിക്കൊരു ഡെവലയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ ഇത് മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ. ഈ BJP CPIM ബാന്ധവം ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്തവണ കനകോലു പറഞ്ഞു കൊടുത്തതാണെങ്കിലും സ്വന്തമായി അവർ കണ്ടെത്തിയതാണെങ്കിലും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ വിശ്വസിക്കുമോ? ന്യൂനപക്ഷങ്ങൾ CPIM നിന്ന് മാറിപ്പോകുമെന്ന അവരുടെ പ്രതീക്ഷ എവിടെയാകും? ഡോക്ടർ ലാൽ, അതിൽ പിന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയ ആയുധങ്ങളാണ് അവർ നിരന്തരം തിരയുന്നത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അത് CPM LDF ഒക്കെ കൂട്ടായി മറുപടി പറയാൻ തയ്യാറാവുകയും ചെയ്യും. അതൊരു കാര്യം. പക്ഷേ ഇപ്പോൾ ശ്രീകുമാർ ചോദിച്ച ഒരു സംഗതി, മലപ്പുറത്തെ ലീഗിൻ്റെ വളർച്ച, UDFൻ്റെ വളർച്ച, അതൊക്കെ പറയുമ്പോൾ എന്താണ് LDFൻ്റെ വളർച്ച കാണാത്തത്? ഇപ്പോൾ മാറ്റി നിർത്തൂ അൻവറിനെ ഒഴിച്ചാണല്ലോ ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി ഉള്ളത്. ബാക്കി പിന്നെ അബ്ദുറഹ്മാൻ, നന്ദകുമാർ, KT ജലീൽ, ഇവരൊക്കെ പിന്നെ മലപ്പുറത്തു നിന്ന് തന്നെ ഉള്ളവരല്ലേ ശ്രീകുമാർ? അതെന്താണ് താങ്കൾ കാണാത്തത്? പിന്നെ കേരളത്തിലെ ഡെമോഗ്രഫിക്കൽ സിറ്റുവേഷനിൽ തന്നെ നോക്കിയാൽ എത്ര % വരും LDFൻ്റെ വോട്ട് ഷെയർ? ഇനി കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എത്ര വരും മുസ്ലിം കമ്മ്യൂണിറ്റി നോക്കിയാൽ? പിന്നെ LDFന് വിശേഷിച്ചും CPMന് ഒരു 7 to 7.5% വരെ വരും, 28%. അത്രേ ഉള്ളൂ വോട്ട് ഷെയർ. പക്ഷേ അതുകൊണ്ടാണോ CPM നിലപാട് സ്വീകരിക്കുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ നിലപാട് സ്വീകരിക്കുന്നത് രാജ്യവ്യാപകമായ എത്രയോ കാര്യങ്ങളിൽ. അത് നിലപാടിൻ്റെ പ്രശ്നമാണ്, പോളിസിയുടെ പ്രശ്നമാണ്. അത് വേറെ കാര്യം. ഏതാണ്ട് 16-17% വരും ലീഗിൻ്റെ വോട്ട് ഷെയർ. 1% മറ്റേ ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ കൂടെ ചേർന്ന് 1.5% വരും. ബാക്കി കുറച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഉണ്ട്. ഇതാണ് കേരളത്തിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഡെമോഗ്രഫിക്കൽ വോട്ട് ഷെയറിൻ്റെ സിറ്റുവേഷൻ. അതാണ്. അവിടെ നിന്നുകൊണ്ടല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ തന്നെ വേറെ ചർച്ചയ്ക്ക് സ്കോപ്പുണ്ട്. അതിവിടെ അല്ലല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എൻ്റെ ഒരു നിലപാട് ഡോക്ടർ ലാൽ. ഞാൻ പറയുന്നത് ആ മാധ്യമ ഗുണ്ടായിസം എന്നുള്ള വിമർശനത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ മറ്റേ ഈ കൊലീബിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പിന്നെ അഡ്വക്കേറ്റ് രത്നസിംഗ്, ഡോക്ടർ മാധവൻകുട്ടി 1991 തെരഞ്ഞെടുപ്പിൽ അതാണ് പിന്നെ ഇദ്ദേഹം KG മാരാർ പറഞ്ഞിരിക്കുന്നത്, സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണല്ലോ. അത് ഒരു കാലത്തും ഒരു ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാൻ കഴിയില്ല എന്നാണോ പ്രിയപ്പെട്ട ശ്രീകുമാർ കരുതുന്നത്? അതിനേക്കാളൊക്കെ ഭീകരമാണ് ഇപ്പോൾ KPCCയുടെ അധ്യക്ഷൻ തന്നെ ഞാൻ തോന്നുകയാണെങ്കിൽ ഞാൻ BJPക്കൊപ്പം പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശാഖകൾക്ക് കാവൽ നിന്നത് CPMൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി
ശാഖകൾക്ക് കാവൽ നിന്ന ആളാണ് താൻ എന്ന് വെളിപ്പെടുത്തിയത്. ഇതൊക്കെ ഞാൻ വരാം, എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് വിശ്വാസം നേടി കോൺഗ്രസ്സിന് പ്രചാരണം നടത്തി രക്ഷപ്പെടാനാകുമോ? ഈ പ്രചാരണം വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന മലപ്പുറത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടും മാധ്യമങ്ങളൊക്കെ ആഞ്ഞു ശ്രമിച്ചിട്ടും വേണ്ട പ്രചരണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കൂടി പ്രചരണത്തിന് ഇറങ്ങാമെന്ന് കോൺഗ്രസിന് തോന്നിയത് എന്തുകൊണ്ടാണ്? 1.5 മിനിറ്റ് വീതം എല്ലാവർക്കും. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ മാധ്യമങ്ങളും കനകോലുവും ഒക്കെ ആഞ്ഞ് സഹായിച്ചിട്ടും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, ഈ വയനാടിൻ്റെ പേരിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല. നേരത്തെ ശ്രീ രാജു എബ്രഹാമും പറഞ്ഞു ആ കാര്യം ഈ പറയുന്ന പോയിന്റുകളിൽ ഒന്ന് ചേർക്കാമായിരുന്നു. ആളുകളെ ഒന്ന് വിശ്വസിപ്പിക്കാനെങ്കിലും അത് ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? LDF ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന സമരത്തിൽ പിണറായി വിജയൻ മോദി ബന്ധമൊക്കെ പരാമർശിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വാക്കുകളും വരും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, LDFൽ ഇപ്പോൾ സമകാലിക വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നയത്തെക്കുറിച്ച്. അതിലാദ്യം 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, CPIയുടെ നിലപാടുകളോടെ നിൽക്കട്ടെ, നമ്മൾ ദിവസം ചർച്ച ചെയ്യുന്നതാണ്. ജി സുധാകരൻ പ്രായപരിധിയുള്ള നിശ്ചയിച്ചുകൊണ്ട് പുതിയ നേതാക്കൾ CPMൽ വളരുന്നില്ല. ജി സുധാകരൻ്റെ പ്രസ്താവന. ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി, ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. ലീഗ് വർഗീയ പാർട്ടിയല്ല, ഇന്നത്തെ KT ജലീലിൻ്റെ പ്രസ്താവന. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിന്റെ വാരികയിൽ മുഖ്യമന്ത്രിക്കെതിരെ നയവ്യതിയാനത്തെക്കുറിച്ചുള്ള പ്രസ്താവന. ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ലീഗ് വർഗീയ പാർട്ടി അല്ലെന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് കോൺഗ്രസ്. ലീഗ് സമുദായത്തെ, ഒരു വലിയ സമുദായത്തിന്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞത് അല്ല, അതിപ്പോൾ ഇവിടെ രാജു എബ്രഹാം ഉത്തരം പറയും, ഞാനല്ല ഉത്തരം പറയണ്ട. രാജു എബ്രഹാം പറഞ്ഞോളൂ. ചരിത്രത്തിലേക്ക് നമുക്ക് പോയാൽ സമയം കിട്ടില്ല, അതുകൊണ്ട് പറയാതിരിക്കാണ്. പിന്നെ ആദ്യമായി ലീഗിലെ നേതാക്കളെ CH മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ മന്ത്രിമാരാക്കിയത് ഈ EMS പോലുള്ള നേതാക്കളാണ്, അല്ലാതെ കോൺഗ്രസ് അല്ല. തൊപ്പി മാറ്റി വരണമെന്ന് പറഞ്ഞത് ആരാണെന്നുള്ളത് ആലോചിച്ചാൽ മതി. രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ആണ് ഇന്ന് CPIയെക്കാട്ടിലും ഇഷ്ടം. ആ കേരള കോൺഗ്രസിന്റെ നേതാവ് KM മാണിയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ഞാൻ അവിടെ വിസ്തീരിക്കണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ മാറ്റമൊക്കെ സംഭവിച്ചു. ചർച്ച ജയേന്ദ്രൻ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അങ്ങയുടെ. ഒറ്റ ചോദ്യം, അത് നേരത്തെ ചോദിച്ചതാണ്. ഒരു മിനിറ്റ് ആ ചോദ്യം ചോദിക്കട്ടെ ജയേന്ദ്രനോട്, പ്ലീസ്. അതായത് ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണം പൂർണ്ണമായും കൊടുക്കാതിരുന്ന CPM മുഖപത്രത്തിന്റെ നടപടി എന്ത് ഗുണ്ടായിസമാണ്? ശരി, അപ്പോൾ CPM മുഖപത്രത്തിന്റെ നേരെയാണ് നിങ്ങളുടെ മത്സരം, അല്ല ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ. ശ്രീ രാജു എബ്രഹാം, അവസാനത്തെ 1.5 മിനിറ്റ്. അല്ല, കോൺഗ്രസ് പാർട്ടി എന്തെല്ലാം വർഗീയ പ്രചരണങ്ങൾ, വർഗീയ വിഷം കേരള സമൂഹത്തിൽ ഒഴിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾ, അതിനകത്ത് ഭൂരിപക്ഷമുണ്ട്, മതന്യൂനപക്ഷമുണ്ട്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളുണ്ട്. മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരുടെ ജില്ലയാണ്. അങ്ങനെ അപ്പോൾ അവരുടെ ഇടയിൽ ഏതെങ്കിലും ഭിന്നതകൾ വിഷം തളിച്ച് അവിടെ വലിയൊരു രൂക്ഷമായ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് പാർട്ടി നോക്കിയാൽ താൽക്കാലികമായ വിജയം ചിലപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഏത് തീവ്രവാദത്തെയും നഖശികാന്തം എതിർക്കുന്ന മതേതരവാദികളുടെ ജില്ലയാണ് മലപ്പുറം. അതാണ് കേരളം. കേരളത്തിൻ്റെ മനസ്സ് മതേതരത്വത്തിൻ്റെ മനസ്സാണ്. അതുകൊണ്ട് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റായിട്ട് കേരളത്തെ വീണ്ടും ഉയർത്തുക. ഇപ്പം 40ഓളം കാര്യങ്ങളിൽ പോരാ, എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 കേരളത്തെ മാറ്റുക. അപ്പോൾ ആ നിലയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ മൂന്നാമതും ഈ സർക്കാരിനെ അധികാരത്തിലെത്തിക്കും. അതിനെയാണ് കോൺഗ്രസ് പാർട്ടി ഭയപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാ കൂട്ടുകക്ഷികളെയും, ഇതൊരു സർപ്പക്കൂടാണ്. ആ സർപ്പക്കൂടിനകത്ത് മൂർഖനുണ്ട്, കരിമൂർഖനുണ്ട്, നീർക്കോലിയുണ്ട്, അവിടെ രക്തയണലിയുണ്ട്. എല്ലാ സാധനങ്ങളെയും
ഒരു പാമ്പും കൂടിനകത്ത് ആ സർപ്പയജ്ഞം നടത്തുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന മതനിരപേക്ഷ ജനസമൂഹം തിരിച്ചറിയും. ഒരു എം ജയചന്ദ്രൻ അവസാനത്തെ ഒരു 30 സെക്കൻഡ് എനിക്ക് തരാനുള്ളൂ. സർപ്പക്കൂട്ടിനകത്താണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടികളെല്ലാം കൂടി ചേർന്നുള്ള ഒരു യജ്ഞം നടക്കുന്നത്. ആ യജ്ഞം കൊണ്ടൊന്നും മൂന്നാമത് ഭരണത്തിലെത്താൻ പറ്റില്ല. പക്ഷേ അവരിതാ നോക്കുകയാണ്. ഈ പറയുന്ന പോയിന്റുകളൊക്കെ വെച്ച് പ്രചരണം നടത്തിയത് കൊണ്ട് പേടിക്കണോ CPM? ഞാൻ പിന്നെ ഡോക്ടർ ലാൽ പ്രിയപ്പെട്ട ശ്രീകുമാറിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. അദ്ദേഹം ദേശാഭിമാനിയുടെ മാധ്യമ ഗുണ്ടായസത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഒറ്റ മറുപടിയേ ഉള്ളൂ പ്രിയപ്പെട്ട ശ്രീകുമാർ. ഈ ഇംഗ്ലീഷിലൊരു ഫ്രൈസ് ഉണ്ടല്ലോ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. ദേശാഭിമാനി ഗുണ്ടായസമല്ല കാണിച്ചത്, ആ നെസസിറ്റിയാണ് കാണിച്ചത്. കാരണം ചുറ്റും കൂടെ നിന്ന് കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ബാക്കിയുള്ള മീഡിയാസ് മുഴുവനും. ആ ഒരു ഫ്രട്ടേണിറ്റി പോലും കാണുന്നില്ല. അപ്പോൾ എന്ത് വേണം? സ്വന്തം രാഷ്ട്രീയം പ്രതിജ്ഞാബദ്ധയോടെ സംരക്ഷിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന ആപ്തവാക്യമാണ് അവിടെ കരണീയമായിട്ടുള്ളത്. അത് മാത്രമാണ് ചെയ്തത്. അത് പിന്നെ നിസ്സഹായതയുടെ അല്ല, തങ്ങൾക്ക് ചെയ്യാൻ സാധ്യമായതിൻ്റെ മാക്സിമം പോസിബിൾസ് എന്താണോ അതാണ് ചെയ്തത്. അത് ഗുണ്ടായിസമായിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതാണ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. യെസ്, എന്തായാലും ഒക്ടോബർ 5 മുതൽ 20-ാം തീയതി വരെ സംസ്ഥാന സർക്കാരിനെതിരെ KPCC പ്രഖ്യാപിച്ച പ്രക്ഷോഭ ക്യാമ്പയിനിൽ സംസാരിക്കേണ്ട പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയാണ്. അതിൽ CPM-ഉം RSS-ഉം തമ്മിൽ ഒന്നിച്ചിരിക്കുന്നു എന്നും അത് വഴി ന്യൂനപക്ഷങ്ങൾ കാത്തിരിക്കണമെന്ന് പറയാനാണ് ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ KPCC ആലോചിക്കുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന ധ്രുവീകരണത്തെക്കുറിച്ച് അത് ഇനി എത്രമാത്രം നടക്കുമെന്ന് മാധ്യമങ്ങളുടെ കയ്യിലേക്ക് ഈ പറയുന്ന ക്യാമ്പയിൻ്റെ പോയിന്റുകളൊക്കെ ഇപ്പോൾ വീണ് കിട്ടിയപ്പോൾ ഈ കത്ത് M. ലിജുവിൻ്റെ കത്ത് തന്നെ ഇപ്പോൾ എക്സ്ക്ലൂസീവായി കൈരളി തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇനി നാളെയും അത് ചർച്ച ചെയ്യും. അങ്ങനെ വരുന്നതോടുകൂടി ഈ പദ്ധതികളൊക്കെ പൊളിയും എന്നാണ്, ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും എന്നാണ് വ്യക്തമാകുന്നത്. ഇനി എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ രാജു എബ്രഹാം, ശ്രീ N. ശ്രീകുമാർ, ഒപ്പം ശ്രീ M. ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.